ചതി വഞ്ചന ഇവരൊന്നും ഞാൻ കൂടെ പൊറപ്പിക്കുന്നതല്ല. പക്ഷേ ഇതിനെ പറ്റിയൊരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോണത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ഫേസ്ബുക്കിൻ്റെ സ്ഥാപിതമായ ആ ഒരു മാർക്ക് സുക്കർബർഗ് കക്ഷി ചെയ്ത ചതി, എലോൺ മസ്ക് ചെയ്ത ചതി നിങ്ങൾക്ക് അറിയാമായിരിക്കും തോന്നണം. ഒന്ന് കൂടെ നോക്കാം, അതും കാണാം. ഒരു കോ ഫൗണ്ടറിനെ പിടിച്ച് തള്ളിയിടുന്നത് ഒരു കഥയുണ്ട്. അതുപോലെ തന്നെ ആപ്പിളിനും പറയാനുണ്ട് ഒരു കഥ. നൗ there is something common in this, like ഫേമസ് ബ്രാൻഡഡ് കമ്പനികൾക്ക് ഇങ്ങനത്തെ ഒരു കഥ എപ്പോഴും എൻ്റെ പിന്നാമ്പുറത്തുണ്ട്. എന്തെങ്കിലും ഒരു ചതി വാഞ്ചനയുടെ കഥ, അതല്ലെങ്കിൽ കോ ഫൗണ്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല എംപ്ലോയിനെ പിടിച്ച് വഞ്ചിക്കുന്ന ഒരു കഥ. ട്വിറ്ററിനും പറയാനുണ്ടായിരുന്ന അങ്ങനത്തെ ഒരു കഥ. അങ്ങനത്തെ ഒരു കഥ നമ്മുടെ സ്വന്തം മെക്ഡൊണാൾഡ്സിനുണ്ട്. നിങ്ങൾ അറിഞ്ഞ് കാണാതിരിക്കുമോ ഇല്ലേ? ആ ഒരു കഥ അധികം ഫേമസ് അല്ല, പക്ഷേ അതിനെ പറ്റി ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മെക്ഡൊണാൾഡ്സ് ആരാണ്ട് സ്ഥാപിച്ചത്, എന്തുകൊണ്ടാണ് അത് റീറ്റെയിലിംഗ് ജയൻ്റായിട്ട് മാറി, എന്തുകൊണ്ട് വേറെ ബർഗർ ബിസിനസ് ആ സമയത്ത് റീറ്റെയിലിംഗ് ജയൻ്റായിട്ട് മാറിയില്ല, എന്തുകൊണ്ട് മെക്ഡൊണാൾഡ്സ് മാത്രം ഇത്ര ഫേമസ് ആയിട്ട് മാറുന്നു? കാരണം ബർഗർ എന്ന പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ചിക്കിങ്ങോ ഒരു ബർഗർ കിങ്ങോ അല്ല, പക്ഷെ മെക്ഡൊണാൾഡ്സാണ് കയറി വരുന്നത്. ആ ഒരു എം സൈൻ അതെങ്ങനെ അത്ര ഫേമസ് ആക്കി മാറ്റി, ആരുടെ ദീർഘവീക്ഷണമായിരുന്നു എന്നുള്ളതാണ്. മെക്ഡൊണാൾഡ് ബ്രദേഴ്സിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഒരു അംശം പോലും അതിലില്ല. റേ ക്രോക്കാണ് എന്ന വ്യക്തിയാണ് ഇതിൻ്റെ പിന്നിൽ, കക്ഷിയുടെ ദീർഘവീക്ഷണം ആൻഡ് മെക്ഡൊണാൾഡ് ബ്രദേഴ്സിൻ്റെ ദീർഘവീക്ഷണം ഇല്ലായ്മ എന്നൊക്കെ വേണം പറയാം ഈ ഒരു സിനിമ കാണുമ്പോൾ. കാരണം ആ ഒരു കഥ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആൻഡ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വാട്ട് ഹാപ്പൻഡ് ബിറ്റ്വീൻ മെക്ഡൊണാൾഡ് ബ്രദേഴ്സ് ആൻഡ് റേ ക്രോക്ക്. സോ ആരാണ് റേ ക്രോക്ക്? കക്ഷി ഒരു പുള്ളി ഒരു സാധാ സെയിൽസ് പേഴ്സൺ മാത്രമായിരുന്നു, മിൽക്ക് ഷേക്ക് മെഷീൻസ് വിറ്റുകൊണ്ടിരുന്നത്. കക്ഷി ഓരോരോ കഫീരിയ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ മാറി മാറി തൻ്റെ മെഷീനെ വിൽക്കാൻ വേണ്ടി പോകുമ്പോൾ മെക്ഡൊണാൾഡ്സിൻ്റെ ഔട്ട്ലെറ്റിൽ പോയി വന്ന് കഴിക്കാൻ കയറിയപ്പോൾ ആകെ ഞെട്ടിപ്പോയി. ഒരു ബർഗർ ഓർഡർ ചെയ്ത് കൊടുത്തപ്പോൾ പിറ്റേ സെക്കൻഡ് അടുത്ത സെക്കൻഡിന് തൊട്ടപ്പുറത്തെ കൗണ്ടറിൽ സാധനം റെഡി. താൻ വിൽക്കാൻ പോയ മിൽക്ക് ഷേക്ക് വിൽക്കാൻ പോയ ഒട്ടുമിക്ക എല്ലാ ഔട്ട്ലെറ്റിലും കക്ഷി പോകുമ്പോൾ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 15 മുതൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കാരണം ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ആ ഓർഡർ കിച്ചണിൽ പോയി അവർ ഉണ്ടാക്കി തിരിച്ചിങ്ങോട്ട് വരണം. അതായിരുന്നു സ്വാഭാവികമായിട്ടുള്ളൊരു രീതി, നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ രീതി. പക്ഷേ മെക്ഡൊണാൾഡ്സിൻ്റെ ഔട്ട്ലെറ്റിൽ പോയപ്പോൾ മാത്രം സെക്കൻഡ്സിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്ത് അപ്പുറത്തെ സെക്ഷനിൽ സാധനം റെഡി. പാളിങ്ങനെ ഞെട്ടി, ഇതെന്ത് ഇവിടെ സംഭവിക്കണമെന്നുള്ളത്. അങ്ങനെ മെക്ഡൊണാൾഡ് ബ്രദേഴ്സുമായിട്ട് ഒരു എന്താ പറയുക, അവർ തമ്മിൽ ഒന്ന് മീറ്റ് ചെയ്യുന്നു. മെക്ഡൊണാൾഡ് ബ്രദേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തൻ്റെ ഇതൊക്കെ എങ്ങനെയാണ് സെറ്റപ്പ് ആക്കി കാണിച്ചതെന്നുള്ളത് കാണിക്കണു. കാരണം കക്ഷിയിൽ ആ സീന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് മെക്ഡൊണാൾഡ് ബ്രദേഴ്സിൻ്റെ ദീർഘവീക്ഷണം ഇല്ലായ്മ. ഈ കക്ഷിനെ ചുമ്മാ ഒന്ന് സംസാരിച്ചപ്പോഴേക്കും ആൾ നേരെ കിച്ചണിൽ കൊണ്ട് തനിക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഇതൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. ചെയ്യാൻ പാടാത്തൊന്നുമായിരുന്നു, പക്ഷേ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മെക്ഡൊണാൾഡ് ബ്രദേഴ്സിൻ്റെ രണ്ടാമത്തെ ബ്രദർ പറയുന്നുണ്ട് അത് ചെയ്യാൻ പാടില്ലാത്തൊന്നും ആയിരുന്നു, നമ്മൾ ചെയ്തു പോയി, തെറ്റാണെന്നുള്ളത്. അവിടെ തന്നെ ഫസ്റ്റ് തെറ്റ് സംഭവിക്കുന്നുണ്ട്. റേ ക്രോക്ക് ആളുടെ ദീർഘവീക്ഷണം ഉള്ള വ്യക്തിയായതുകൊണ്ട് കക്ഷി ഫ്രാഞ്ചൈസിനെ പറ്റി സംസാരിക്കുന്നു. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു അഗ്രിമെൻറ്റ് വാങ്ങിക്കണു. ആ അഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് നമ്മൾ ഈ ലോകമെമ്പാടും കാണുന്ന മെക്ഡൊണാൾഡ്സ് ഫ്രാഞ്ചൈസി കക്ഷി അങ്ങോട്ട് കെട്ടി പണിത് ഒരു സാമ്രാജ്യം. അതിൽ മെക്ഡൊണാൾഡ് ബ്രദേഴ്സിന് യാതൊരു വക റൈറ്റും ഇല്ല. കോമഡിയാണ്. കഥ കേട്ട് കഴിയുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നും. പക്ഷേ ഈ സിനിമയിൽ മൈക്കൽ കീട്ടൺ അവതരിപ്പിക്കുന്ന ആ ക്യാരക്ടർ റേ ക്രോക്ക് കക്ഷിയെ ഒരു വില്ലനായിട്ട് കാണാൻ കഴിയില്ല. കാരണം മെക്ഡൊണാൾഡ് ബ്രദേഴ്സിന് അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും അത് എക്സ്പ്ലോർട്ട് ചെയ്യാനുള്ള ധൈര്യം അവർ കാണിച്ചില്ല. ഒരു 1, 2, 3 തവണയൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഫ്രാഞ്ചൈസി, പക്ഷെ ചെയ്യാൻ സാധിച്ചില്ല. ഫ്രാഞ്ചൈസിയുടെ മാനേജറായിട്ട് റേ ക്രോക്ക് ഇങ്ങനെ വെക്കാണ്. റേ ക്രോക്ക് പിന്നീട് അഗ്രിമെൻറ്റൊക്കെ മാറ്റി പതുക്കിയ മെക്ഡൊണാൾഡ്സിൻ്റെ പേരിൻ്റെ റൈറ്റ് വരെ റേ ക്രോക്ക് എഴുതി വാങ്ങിക്കുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ മെക്ഡൊണാൾഡ് ബ്രദേഴ്സിൽ ഒരു ബ്രദർ മരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ലൈക്ക് താൻ ചതിക്കപ്പെട്ടു, തനിക്ക് അതിൻ്റെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ആളുടെ പിന്നിലെ ആ ഒരു എന്താ പറയുക, ചെന്നായയുടെ ആ ഒരു ഉദ്ദേശം കക്ഷിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് സിനിമയ്ക്ക് ഒരു ആൻറ്റി ക്ലൈമാക്സ് പറയുന്നുണ്ട്. ആൻറ്റി ക്ലൈമാക്സിൽ റേ ക്രോക്കും മൈക്കൽ കീട്ടണാണ് ആ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. റേ ക്രോക്കും അഡ്വക്കേറ്റും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അഡ്വക്കേറ്റ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പറയുന്ന ഒരു കാര്യം, നിൻ്റെ ഉദ്ദേശം ഈ ഫുഡ് ഫ്രാഞ്ചൈസി ആയിരുന്നില്ല, ഫുഡ് ഫ്രാഞ്ചൈസിൻ്റെ മറവിൽ വേറൊരു കച്ചവടമായിരുന്നു, അതായിരുന്നു നിൻ്റെ
ചെന്നായുടെ കണ്ണ് പിടിച്ചിരുന്നത്. അതെന്തായിരുന്നു എന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കാണാം. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ പ്ലേ ചെയ്യുന്നത്. ഇന്ത്യക്ക് ഉള്ളിലാണെങ്കിൽ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ പ്ലേ ചെയ്യുന്നത്. സിനിമയുടെ പേരാണ് ദ ഫൗണ്ടർ. ആ പേരിനൊരു അർത്ഥമുണ്ട്. മെക്ഡൊണാൾഡ്സിൻ്റെ ദ ഫൗണ്ടർ. ആരാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്? ഒന്നല്ലെങ്കിൽ മക്ഡൊണാൾഡ് ബ്രദേഴ്സ് അല്ലെങ്കിൽ റേ ക്രോക്ക്. കാരണം ഒരു 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 ആൻസർ കിട്ടാൻ പറ്റി പാടായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആരാണ് ആക്ച്വലി ഫൗണ്ട് ചെയ്തത്? മക്ഡൊണാൾഡ് ബർഗറും ആ ടേസ്റ്റിങ്ങും ആ ഒരു സെറ്റപ്പും ഒക്കെ ഫൗണ്ട് ചെയ്തത് മക്ഡൊണാൾഡ് ബ്രദേഴ്സ് ആണെങ്കിൽ കൂടിയിട്ട് ലോകമെമ്പാടും കാണുന്ന ആ ഒരു ഫ്രാഞ്ചൈസി സ്ഥാപകൻ അന്നും ഇന്നും റേ ക്രോക്കായിട്ട് പറയാൻ സാധിക്കുള്ളൂ. അതിൽ ചതിയും വഞ്ചനയും ഉണ്ടോ ഇല്ലോ എന്നുള്ളത് അപ്പോഴും ഡയറക്ടർ ഓഡിയൻസ് കിട്ടെറിഞ്ഞ് കൊടുക്കുകയാണ്. നിങ്ങൾ തീരുമാനിക്കുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ മക്ഡൊണാൾഡ് ബ്രദേഴ്സ് ചെയ്ത് പരാജയപ്പെട്ടിയ ഒരു സ്ഥലത്താണ് റേ ക്രോക്ക് വന്നിട്ട് പടർന്ന് പന്തലിച്ചത്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ ഇങ്ങനത്തെ സിനിമകൾ കാണാൻ കഥകൾ ഇഷ്ടമാണെങ്കിൽ ഐ സജസ്റ്റ് യു ദ ഫൗണ്ടർ എന്ന് പറയുന്ന സിനിമ. മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന റീറ്റെയിൽ ജയൻ്റ് എങ്ങനെയാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ നിൽക്കുന്ന സ്ഥാപനമായി മാറിയത്. ആൾ മരിക്കും വരെ കക്ഷിയിലെ മേജർ സ്റ്റേക്ക് ഹോൾഡറായിട്ട് തന്നെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത മൂവി റിവ്യൂവിൽ കാണാം. ആൻഡ് ഐ സ്ട്രോങ്ലി സജസ്റ്റ് ഈ ഒരു സിനിമ നിങ്ങൾ കാണണം എന്നുള്ളത്. ബിക്കോസ് ഐ വാസ് വെൽ ഇമേഴ്സ്ഡ്. ഈ ഒരു സിനിമ തുടങ്ങിയപ്പോൾ തന്നെ ലൈക്ക് മൈക്കൽ കീറ്റൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ ബാറ്റ്മാനാണ് ഓർമ്മ വന്നത്. പക്ഷേ കഥ അവതരിപ്പിച്ച രീതി ആ ഡയറക്ടറോട് ഹെഡ്സ് ഓഫ്. ആൻഡ് മൈക്കൽ കീറ്റൻ്റെ അഭിനയം എന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ് അടുത്ത മൂവി റിവ്യൂവിൽ കാണാം. ആസ് യൂഷ്വൽ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.